ഇന്നത്തെ അറിയിപ്പുകൾ. സംസ്ഥാനത്ത് മഞ്ഞക്കാർഡ് ഉടമകൾക്ക് റേഷൻ കട വഴി ലഭിച്ചിരുന്ന പഞ്ചസാര വിതരണം നിലച്ചു. വിതരണത്തിന് സർക്കാർ അനുമതി ലഭിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കേരളത്തിലെ 6 ലക്ഷത്തോളം ദരിദ്ര കുടുംബങ്ങൾക്ക് റേഷൻ കട വഴി ലഭിച്ചിരുന്ന പഞ്ചസാരയുടെ വിതരണം നിലച്ചു. അന്ത്യോദയ അന്നയോജന പദ്ധതിയുടെ ഭാഗമായി മഞ്ഞക്കാർഡ് ഉടമകൾക്ക് കിലോയ്ക്ക് 27 രൂപ നിരക്കിൽ ലഭിച്ചിരുന്ന പഞ്ചസാരയാണ് ഇപ്പോൾ ലഭ്യമല്ലാത്തത്. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള വിതരണത്തിന് സർക്കാർ അനുമതി ലഭിക്കാത്തതാണ് ഇതിന് കാരണമെന്നാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ ഏകദേശം 6 ലക്ഷത്തോളം AAY കുടുംബങ്ങളെയാണ് ഈ തീരുമാനം ബാധിക്കുന്നത്. EPOS സംവിധാനത്തിൽ നിന്നും പഞ്ചസാര നീക്കം ചെയ്തതോടെ റേഷൻ കടകളിൽ സ്റ്റോക്ക് ഉണ്ടായിട്ടും വിതരണം നടത്താൻ കഴിയാത്ത അവസ്ഥയാണ്. ഇത് ഉപഭോക്താക്കളിലും റേഷൻ കട ഉടമകളിലും ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതേസമയം വിപണിയിൽ പഞ്ചസാരയുടെ വില കുത്തനെ ഉയരുകയാണ്. 2025 കിലോയ്ക്ക് ശരാശരി വില 45 രൂപയ്ക്ക് മുകളിൽ എത്തിയതും സാധാരണക്കാർക്ക് കൂടുതൽ സാമ്പത്തിക ഭാരം സൃഷ്ടിക്കുന്നു. സംസ്ഥാനത്ത് 95 ലക്ഷത്തിലധികം സാധുവായ റേഷൻ കാർഡുകളും 13,000-ലധികം റേഷൻ കടകളുമുണ്ട്. അതുകൊണ്ട് തന്നെ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണത്തിലെ താൽക്കാലിക തടസ്സം പോലും കുടുംബങ്ങളെ സാരമായി ബാധിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവിധ ജില്ലകളിൽ ജാഗ്രതയുടെ ഭാഗമായി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബുധനാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം എന്നീ 4 ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ശനി പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിലും ഞായർ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, വയനാട് ജില്ലകളിലുമാണ് മഴ മുന്നറിയിപ്പുള്ളത്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചൊവ്വാഴ്ച മുതൽ പ്രഖ്യാപിച്ച ലോഡ് ഷെഡിംഗ് വേഗത്തിൽ അവസാനിപ്പിക്കുമെന്ന് KECB. 200 മെഗാവാട്ടിന്റെ കുറവാണ് നിലവിലുള്ളത്. കൂടംകുളം നിലയത്തിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി കിട്ടിത്തുടങ്ങിയെന്നും KECB അറിയിച്ചു. 200 മെഗാവാട്ടിന്റെ കുറവാണ് നിലവിലുള്ളതെന്നും കൂടംകുളം നിലയത്തിൽ നിന്നും 200 മെഗാവാട്ട് വൈദ്യുതി കിട്ടിത്തുടങ്ങിയെന്നും KECB അറിയിച്ചു. കൂടംകുളം നിലയത്തിലെ അറ്റകുറ്റപ്പണി മൂലം കഴിഞ്ഞ ദിവസം ഇത് മുടങ്ങിയിരുന്നു. നേരത്തെയുള്ള കരാർ പ്രകാരം പവർ എക്സ്ചേഞ്ച് വഴി 150 മെഗാവാട്ട് ലഭ്യമായിട്ടുണ്ട്. വേനൽ മഴ തുടങ്ങിയതും ശുഭസൂചനയാണ്. ഇതോടെ വൈദ്യുതി ഉപഭോഗം കുറയാൻ സാധ്യതയുണ്ടെന്നും KECB വിലയിരുത്തുന്നു. മെയ് ആദ്യവാരം ഉഷ്ണതരംഗം ഉണ്ടാവുമെന്നാണ് മുന്നറിയിപ്പ്. എന്നാൽ ആ സമയത്ത് കഴിഞ്ഞ ദിവസം പവർ എക്സ്ചേഞ്ച് വഴി അപേക്ഷിച്ച 250 മെഗാവാട്ട് പൂർണ്ണമായും കിട്ടിത്തുടങ്ങുമെന്നും പ്രതിസന്ധി കുറയുമെന്നും KECB വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് ഇന്നലെയാണ് അരമണിക്കൂർ വരെ ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിച്ചത്. വൈകിട്ട് 6 മണി മുതൽ 12 മണി വരെയുള്ള പീക്ക് അവറിലാണ് വൈദ്യുതി നിയന്ത്രണം. വേനൽ ചൂട് കൂടിയതും പീക്ക് സമയത്ത് വൈദ്യുതി ഉപഭോഗം കുതിച്ചുയർന്നതുമാണ് വൈദ്യുതി ആവശ്യകത സർവ്വകാല റെക്കോർഡിലേക്ക് എത്താൻ കാരണമായത്. വൈകുന്നേരം 6-നും 11-നും ഇടയിൽ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് KECB അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മിൽമ പാൽ വില വർദ്ധിപ്പിക്കുന്നതിൽ അന്തിമ തീരുമാനമായില്ല. വിഷയത്തിൽ മെയ് 4-ന് ശേഷം മിൽമ ബോർഡ് വീണ്ടും യോഗം ചേർന്ന് തീരുമാനമെടുക്കുമെന്ന് ചെയർമാൻ KS മണി പറഞ്ഞു. മിൽമ ബോർഡ് യോഗത്തിൽ പാൽവില വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശം ശക്തമായിരുന്നു. ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിക്കണമെന്നായിരുന്നു ആവശ്യം. പാൽവില വർദ്ധിപ്പിക്കുന്നതിന് നിയമപരമായ പ്രശ്നങ്ങളില്ലെന്ന് മിൽമ ചെയർമാൻ KS മണി പറഞ്ഞു. പക്ഷേ കർഷകരുടെ കൂടി കാര്യം കണക്കിലെടുത്ത് സർക്കാരുമായി ചർച്ച നടത്തി മുന്നോട്ടു പോകുന്ന കീഴ്വഴക്കമാണ് പിന്തുടരുന്നത്. പാൽവില വർധനവുമായി മുന്നോട്ടു പോകുന്നതിന് സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമുള്ളതിനാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം അടുത്ത യോഗത്തിൽ തീരുമാനമെടുക്കുമെന്നും KS മണി കൂട്ടിച്ചേർത്തു. മിൽമ പാലിന് വില കൂട്ടുന്നതിന് കഴിഞ്ഞ ദിവസമാണ് സർക്കാർ അനുമതി നൽകിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.